ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കാം. കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. ഒരു കറിയാണിത്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. അതിന് വേണ്ടി ഒരു 300 ഗ്രാം വെണ്ടയ്ക്ക എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കേ. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. വെണ്ടയ്ക്ക ഫ്രൈ ആയി കിട്ടണ്ടേ, മതിയേ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഈ പൊട്ടിയ കടുകിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയില്ലേ ഒഴിച്ച് കൊടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കവർ ചെയ്ത് കൊടുക്കണ്ട, ഇങ്ങനെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് എപ്പോഴും ഇളക്കണ്ട. ഇപ്പം അതിൻ്റെ ആ കൊഴുപ്പ് പശുപ്പൊന്ന് മാറിയിട്ട് എന്നാലും ഇടയ്ക്ക് ഇളക്കണം, അല്ലേ അടി പിടിക്കും, അല്ലെ കുഴഞ്ഞു പോവും. ഇങ്ങനെ ഇളകട്ടെ. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. സിമ്മിലല്ല, മീഡിയത്തില്ല. ഇതൊന്ന് റെഡിയാക്കി ഇട്ടട്ടെ. ഓക്കെ, നമ്മൾ വെണ്ടയ്ക്ക ഒരു ആ പശപ്പൊക്കെ മാറിയേ. ഇനി ഇതിനകത്ത് ഒരു 10-15 കൊച്ചുള്ളി, സാമ്പാർ ഉള്ളി, അത് രണ്ടായിട്ട്, വലിയ ഉള്ളിയാണെങ്കിൽ 1, 2, 3 കഷ്ണിച്ചിട്ടതേ അതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഉള്ളി ഒന്ന് വാടി വരണം. മീഡിയത്തിൽ കിടക്കുന്ന തീ ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ വെണ്ടയ്ക്കയും ഉള്ളിയും ഒക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഒരു ഇടത്തരം തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതേ. തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് 1 മിനിറ്റ് ആയതേ ഉള്ളേ. അത്രയും മതി, 2 കുഴഞ്ഞുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടേ. ഇത് മതി. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് കുറയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയല്ല, മുളക്. പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിങ്ങനെ അതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇതിങ്ങനെ കിടക്കട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് മുട്ട റെഡിയാക്കി എടുക്കേ. മുട്ട പൊടിച്ച് വെച്ചേക്കുന്നില്ലേ, റെഡിയാക്കാം. നമ്മുടെ ഈ മുട്ടയിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തേ. പിന്നെ ഒരു 3 പച്ചമുളക്, അത് ഗ്രേറ്റ് ചെയ്ത് തന്നെ.
ഇനി ഇതിന് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം 1 ടീസ്പൂണേ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മതിയേ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. വെണ്ടയ്ക്ക കുറവല്ലേ ഉള്ളൂ, അതുകൊണ്ട് 5 മുട്ട ഞാൻ എടുത്തിട്ടുള്ളേ. ഇതൊഴിക്കട്ടെ. നമുക്ക് ക്യാമറ അങ്ങോട്ട് വെക്കാം. നമുക്ക് ഈ വെണ്ടയ്ക്ക മസാല ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ വെണ്ടയ്ക്ക മസാലയുടെ ഉപ്പ് നോക്കണേ, അതിനനുസരിച്ച് വേണം പിന്നിട്ട് കൊടുക്കാൻ. കാര്യം മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്കൊക്കെ നല്ല കറക്റ്റ് ഉപ്പായ നല്ല ടേസ്റ്റ്. ഇത് തന്നെ ആയാലും ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയില്ലേ, ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. സിമ്മിലിട്ടേക്കാണ്, തീ കൂട്ടരുത്. കൂടിക്കഴിച്ചാൽ കാര്യം വെണ്ടയ്ക്കൊക്കെ കരിയും. സിമ്മിൽ കിടക്കട്ടെ, 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ മുട്ട നോക്കേ, ഏകദേശം ഒരു 1.5 മിനിറ്റോളമേ ചെറിയ തീയിലായിരുന്നു കൊടുത്തത്. ഇനി ഇത് പതുക്കെ ഇളക്കേ. ഒരല്പം തീ കൂട്ടിയിടേ. നല്ലൊരു മണം വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക എഗ്ഗ് മസാല. ഇത് രസമെന്ന്, ഇത് ചോറിനും പറ്റും, ചപ്പാത്തിക്കും പറ്റും, പൂരിക്കും എല്ലാം പറ്റേ. ഇതിനകത്ത് ഇനി വേണമെങ്കിൽ മല്ലിയില ഇടാം, പക്ഷെ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. ഞാനിപ്പോൾ ഇടാത്തത് എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് സത്യം ഇടാതിരിക്കുന്നത്. അല്ലെങ്കിൽ മല്ലിയില നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. നമുക്കിത് ഈ പ്ലേറ്റിലോട്ട് മാറ്റേ. വെണ്ടയ്ക്ക എഗ്ഗ് മസാല. ഓ, എന്ത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കഞ്ഞിക്കും ഇത് പറ്റിയേ. കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്, ഒരു കറിയാണിത്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.